ഏത് മനുഷ്യനായാലും അയാളുടെ അന്ത്യാഭിലാഷം അനുസരിച്ച് അന്ത്യനിദ്ര ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ പള്ളിയിൽ അടക്കം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് അങ്ങനെ, മൃതദേഹം കത്തിക്കണം അല്ലെങ്കിൽ സംസ്കരിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അങ്ങനെ. ഇതൊക്കെ നമ്മുടെ ഒരു സാമാന്യമായ മര്യാദയാണ്. ഇവിടെ എം ലോറൻസിന് അത് കിട്ടാതെ പോയത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായത് ദൗർഭാഗ്യകരമല്ലേ? എം ലോറൻസിന്റെ ശരീരം പള്ളി ക്ലെയിം ചെയ്യുന്നുണ്ടോ? അഭിലാഷേ, അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്ക് കാണാം സാധാരണഗതിയിൽ CPM-ൻ്റെ ഈവൻ നമുക്കറിയാം സഖാവ് എം ലോറൻസ് ഏത് അധികാര സ്ഥാനത്താണ് ഇരുന്നിട്ടുള്ളത്? മുഖ്യമന്ത്രി ആയിരുന്നുണ്ടോ? ഏതെങ്കിലും പവർഫുൾ മന്ത്രിയായിരുന്നോ? ഒരു തവണ MP ആയി എന്നല്ലേ ഉള്ളൂ. അധികാരം ഒരു ലോങ് ടൈമിലേക്ക് കൈയാളിയ ഒരു വ്യക്തിയല്ല. പക്ഷേ ഭയങ്കരമായ ഒരു വ്യക്തിത്വം, ഒരു വല്ലാത്ത കരിസ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 5 മിനിറ്റിനകം തന്നെ ഒരു ബിഷപ്പ് റെസ്പോണ്ട് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ വാൽ പിടിച്ച് പല പിതാക്കന്മാരും രംഗത്ത് വരുന്നതും ശ്രദ്ധേയമായിരുന്നു. അത് ഇതിനു മുമ്പ് അങ്ങനെ സാധാരണമായ ഒരു കാര്യമാണ്, അങ്ങനെ എപ്പോഴും വരുന്നതല്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതുമായി സഭയുമായി ഒരു ബന്ധം നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കടന്നുപോകലിന് ശേഷം ഇപ്പോൾ ശ്രീ PSN ചോദിച്ച ചോദ്യത്തിന് എങ്ങനെ നമ്മൾ മറുപടി പറയും? 3ആയി മുറിക്കാൻ പറ്റില്ലല്ലോ. നിലവിലുള്ള ഭൂരിപക്ഷം നോക്കിയാലും 2-1 ഉള്ളൂ. അപ്പോൾ 2 അതാണ്. ഇനി അതിൻ്റെ മറ്റൊരു വശം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ബോഡി, അതായത് മറ്റൊരു വേർഷൻ ഞാൻ പറയുകയാണ്. അതിന് വിശ്വാസികൾ എപ്പോഴും തീർച്ചയായും സഭയുടെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് കുഴിയിൽ അടക്കം ചെയ്യണമെന്നും അവിടെ ആ കുരിശു നാട്ടി അദ്ദേഹത്തിൻ്റെ പേരെഴുതി വെക്കണമെന്നും 7 അടി യന്ത്രം മുതൽ ഓഫീസുകൾ മുതൽ 30 അങ്ങനെ ആണ്ടോടടി എല്ലാം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരിക്കും. ശരീരം വിട്ടുകൊടുക്കുന്നതോടുകൂടി അങ്ങനെ ഒരു ഭൗതികമായ ഒരു ബന്ധം സിമിത്തേരിയുമായോ പള്ളിയുമായോ പൂർണ്ണമായും ഇല്ലാതാവുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും സഭയ്ക്കും സഭാവിശ്വാസികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയട്ടെ, തികച്ചും വ്യക്തിപരമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കാം. എന്നാലും ഞാൻ പറയാം, അദ്ദേഹത്തിനോട് സഭയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഘടനയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അഥവാ അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത്. കാരണം അത് അടുത്ത തലമുറയ്ക്ക് അദ്ദേഹം എന്തിനു വേണ്ടി ജീവിച്ചോ ആ ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു കാൽവെപ്പ് കൂടിയാണെന്ന് മനസ്സിലാക്കണം. അവിടെ കുടിച്ചിട്ടതുകൊണ്ട് സയൻറ്റിഫിക്കായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൊണ്ട് സയൻസ് പരമായി ചിന്തിച്ചാൽ ഇന്നുകൊണ്ട് അവസാനിക്കും. അതേസമയം വിട്ടുകൊടുത്താൽ എത്രയോ കുട്ടികൾ അതിൽ നിന്ന് പഠനം നടത്തുകയും എത്രയോ ജീവനുകൾ അത് കാരണം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നത് ഒരു വിശ്വാസ താല്പര്യത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഗുരുതരമായ തെറ്റ് ഒരു തലമുറയോടുണ്ടാകുന്നതിനോട് വ്യക്തിപരമായി എനിക്കൊരു യോജിപ്പുണ്ട്. പക്ഷെ ഞാൻ മറ്റൊന്ന് പറയട്ടെ അഭിലാഷ്, ഇപ്പം ഈ CPM ഒരു വേർഷനാണ് കൊണ്ടുവരുന്നത്. CPM എന്നാണ് ട്രേഡ് യൂണിയൻ രംഗത്തുള്ള, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വരാം. താങ്കളുടെ ഓഡിയോയ്ക്കും ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട താങ്കളുടെ സംശയം എന്താണോ അതിലേക്ക് വരാം. ശ്രീ